ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. ജെസി സാറാണ്. നമ്മുടെ സാധാരണ ഹൈസ്കൂളിലേക്ക് നമ്മുടെ UP നമ്മുടെ പാരന്റ്സ് നമ്മളെ മാറ്റിയിട്ട് ചേർത്തുമല്ലോ. അപ്പൊ അവിടെ 8ാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയുന്ന വാക്ക് എന്താ സാറേ? അടുത്ത 2 വർഷം കൂടി കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലേക്കാന്ന് പറയും. അത് 9ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് പറയും അടുത്ത വർഷം നീ 10ലാന്ന് പറയും. ഒരു കാര്യം അറിയോ മക്കളെ, ഇനി വെറും 18 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടില്ല SSLC എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പൊ നമ്മളൊരു പുതിയ ഒരു വർഷത്തിലേക്കായിരിക്കും കയറുന്നുണ്ടാവുക. പുതിയ വർഷത്തിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കുറെ പ്ലാനുകളൊക്കെ ഉണ്ടാവില്ലേ സർ? ഒരുപാട് പ്ലാനുകളുണ്ട്. കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെ വീട്ടുകാര്, നാട്ടുകാര്, സുഹൃത്തുക്കള് ഇവരൊക്കെ തന്നെ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇയറാണ് SSLC എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഒറ്റ ചോദ്യമുള്ളൂ, എത്ര A+ നിനക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് ഇനിയിപ്പോ 10ാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്തുണ്ടല്ലോ മക്കളെ, കല്യാണത്തിന്, വിരുന്നിന്, പരിപാടിക്ക്, ഗ്രൗണ്ടിൽ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഒറ്റ വാക്കാ, 10ലല്ലേ. ഈ വാക്ക് നമ്മൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അതായത് മനസ്സിലായത് ഇവര് 10 വർഷം എന്ത് പഠിച്ചു എന്നുള്ളത് തെളിയിക്കാനുള്ളതാണ് സത്യമായിട്ടും. അപ്പോ നമ്മളെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ടാവും, എന്തായാലും ഞാൻ 10 കയറാം, ഞാൻ ഇനി പഠിക്കണം, നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കണം, ആദ്യം മുതലേ പഠിക്കണം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാലോചിക്കുന്നില്ലേ? ആദ്യം മുതലേ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും നല്ല സൊല്യൂഷൻ ആണ് സൈലത്തിന്റെ അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. അസ്ത്ര ബാച്ചിനകത്ത് പ്രത്യേകം പറയണം, ഈ വർഷം എന്താ പറയുക, ഇതുവരെ ഉള്ളതുപോലെയല്ല, ഒരുപാട് ഫീച്ചറുകൾ ഉണ്ട്. ഈ വർഷം 3 പാറ്റേണുകളായിട്ട് 3 സ്കീമുകളാക്കിയിട്ടുണ്ട്. ഇതിന് അസ്ത്ര ബാച്ചിനെ മാറ്റിയിട്ടുണ്ട്. ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ഉണ്ട്. അങ്ങനെ 3 പ്ലാനുകളായിട്ട് കൃത്യമായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിലുകളൊക്കെ നമ്മൾ അവിടെ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. മകൾ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമായിട്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്, അതിന് കൃത്യമായിട്ട് മക്കൾ ചൂസ് ചെയ്യുക. ഞാൻ പറയുന്നത് ഫൈസൽ സാറേ, ഇവർക്ക് ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി, അതുപോലെ ഇൻഫിനിറ്റി പ്രോ. അതെ, ഞാൻ പറയുന്നത് ശരിക്കും ഇൻഫിനിറ്റി പ്രോ നല്ലതെന്നുള്ളതാണ്. കാരണം ഇൻഫിനിറ്റി പ്രോയിലാണ് എല്ലാം ഉള്ളത്. ഇൻഫിനിറ്റി പ്രോയിലാണ് ഈ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ തുടങ്ങി പേൾ വീഡിയോ, ഫാൽക്കൺ വരെയുള്ള സാധനം. ഫാൽക്കൺ ആക്സസ് വരെ വരുന്ന ഇൻഫിനിറ്റി പ്രോയിലാണ്. അതേസമയം ഫാൽക്കന്റെ ആക്സസ് മക്കൾക്ക് വേണ്ട എന്ന് വെച്ചാൽ ഫാൽക്കണിലേക്ക് മക്കൾ ഫോഴ്സ് ചെയ്യുന്നില്ല, മക്കൾ അതിലേക്ക് ഇപ്പൊ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മക്കൾ നിർബന്ധമായിട്ട് ചൂസ് ചെയ്യേണ്ടതാണ് ഇൻഫിനിറ്റി ആണ്. ഇനിയിപ്പോ അതുമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, പേൾ വീഡിയോസിനെ ഒഴിവാക്കുന്നുവെങ്കിൽ, പേൾ വീഡിയോസ് വേണ്ട, പ്രീമിയം ആയിട്ടുള്ള പേൾ വീഡിയോ ആണ് ആക്ച്വലി ഉള്ളത്, അതിന് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ബേസ് പ്ലാൻ ചൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്, ഈ ഒരു ഫുൾ ഇയറിലേക്കുള്ള പ്ലാൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം മക്കൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. SSLC ആണ് ഇനി പറയേണ്ട അവസ്ഥ ഉണ്ടാവരുത് കേട്ടോ. തുടക്കം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഈ വെക്കേഷനിലൊക്കെ തന്നെ കുറച്ച് സമയങ്ങളൊക്കെ എന്ത് ചെയ്യും, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏറ്റവും അവസാനം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. ഈ വെക്കേഷനിൽ മുഴുവൻ സമയം നമ്മൾ എടുക്കൂല, കുറച്ച് സമയം പഠിച്ച് അടിപൊളിയായിട്ട് മാറാം. എന്തായാലും അവിടെ അസ്ത്ര ബാച്ചിൽ നമുക്ക് കാണാം.